അല്ല, കുറച്ച് കുട്ടികൾ ഭയങ്കര വിഷമിച്ചപ്പോൾ അവരുടെ പേരൻസ് വന്നിട്ട് പോയിട്ടുണ്ട്. ഈ കുട്ടികളൊക്കെ നന്നായിട്ട് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക കേട്ടോ. അവർ വന്ന് കരഞ്ഞുകൊണ്ട് അവിടെ ഈ ഭാഗത്തുള്ളയാണോ? ഞങ്ങളിവിടെ ഈ സൗണ്ട് കേട്ടിട്ടൊക്കെ വന്ന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാനാണ് മുമ്പ് ഇതിൻ്റെ കാര്യങ്ങൾ പറയും, സൗണ്ട് കേട്ട് ഇവിടുത്തെ ബഹളം കണ്ട് വന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്ത് പോകുന്ന ഓരോ കുട്ടികൾ പറയുന്നത് കൊച്ചു കുട്ടികൾ ഇവരെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായും ശ്രുതി, അതായത് നമ്മൾ തന്നെ കണ്ടതാണ് കുട്ടികൾ വ്യക്തമാക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, മറ്റ് ഈ ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സമീപനവും ഇത്തരത്തിൽ NCC ക്യാമ്പിൽ നിന്നും ഉണ്ടായി എന്നാണ് വിദ്യാർത്ഥികൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്താ ഉണ്ടായത്? നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കുക അങ്ങനെ എന്തെങ്കിലും? മുഖത്തടിച്ചോ? രണ്ടോട്ടടിച്ചത്. ആരാ അടിച്ചത്? താടി വെച്ച സാബ്. ഇതിനാണ് എന്താ പറഞ്ഞത്? എന്താണ് അതൊന്നും ഇവിടെ പ്രാണി ഇരിക്കണ്ടേ, ആ പ്രാണിയെ തട്ടിയപ്പോ ഇവര് വന്നിട്ട് മുഖത്തിൽ 2 അടിച്ചതിന്റെ. ഹിന്ദിക്കാരാണ്, നമുക്കൊന്നും പറയാൻ പറ്റൂല. നമുക്ക് പേടി അവരെ കാണും, കത്തിയൊക്കെ ഉണ്ട് അവരെ കയ്യില്. പിന്നെ 5 കേഡറ്റിനെ കൊന്നിട്ടുണ്ടെന്നാണ് ഒരു സാബ് നമ്മളോട് നിങ്ങളെ കന്നല്ലാണ്ട് നമുക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പരേഡ് ചെയ്തോണ്ടിരിക്കും. മനങ്ങിയ പറയും 5 പേരെ ഒരു കത്തിയുള്ള സാബുണ്ട്, അയാൾ 5 പേരെ കൊന്നിട്ടുണ്ടെന്ന് പറയും. വേറെ ഒരുത്തനെ പരേഡ് ചെയ്തുമ്പോ ഒരു തള്ളി അവൻ തല അടിച്ച് താഴ്ത്തേക്കൂണ്. ഏത് ക്ലാസ്സിൽ പഠിക്കും? 9. സൗണ്ടിന് എന്താ സൗണ്ട് ഇല്ല, എന്താ വെള്ളമൊന്നും പോലും അറിയാൻ പാടില്ല. ആ വെള്ളത്തിന്റെ ടേസ്റ്റ് ഇപ്പോഴും പോയിട്ടില്ല. ഇവിടെ തന്നെ നിൽക്കണ ആ വെള്ളത്തിന്റെ ചൊവ്വ ഇതുവരെ പോയിട്ടില്ല. സാധാരണ പച്ചവെള്ളമായിരുന്നു, ചൂടുവെള്ളം, എന്ത് കെമിക്കലാ ചേർത്ത്. കുറച്ചേരം വെക്കുമ്പോ തന്നെ ചീത്താവും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ട് 600 പേരുള്ള കോളേജിലാണ് 32 പേര് വന്നതിൽ 11 പേരാണ് ഇപ്പൊ മെഡിക്കലായിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കണത്. പറയണല്ല, അതായത് വീട്ടിലോ ആരോടെങ്കിലും പരാതിപ്പെട്ടോ? നിങ്ങളുടെ അധ്യാപകരൊന്നും ഈ കോളേജിൽ ഫോണെല്ലാം എടുത്ത് വെച്ച് ഇവര് അധ്യാപകരൊന്നും ഇല്ല. എത്ര ദിവസം നിങ്ങൾ ഈ ക്യാമ്പിൽ? 5-ാം ദിവസം തൊട്ട് നിങ്ങളിങ്ങനെ ഉപദ്രവിക്കാൻ? ആദ്യ ദിവസം ഒന്നുമില്ല, 2ാമത്തെ ദിവസം നല്ല പണിയാണ്. എന്താ ചെയ്യിപ്പിച്ചത്? പൊക്കത്തുള്ള ഒരു പണിഷ്മെന്റ് ചെയ്ത് നമ്മളെ വെയിലത്ത് പണി ചെയ്യിപ്പിക്കണായിരുന്നു. എന്താ ചെയ്തത്? അത് നിങ്ങളോട് എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലെ പ്രവർത്തനം അവിടെ നല്ലപോലെ ചെയ്യാൻ വേണ്ടിട്ട് ഇവര് വെറുതെ നമ്മള് ഒച്ചെടുത്തില്ലെങ്കിൽ പണിഷ്മെന്റ് വരും. എന്നിട്ട് അതിന് നല്ല ഒച്ചത്തി പറയാൻ പറയും ഇവര്. നെഞ്ചത്തൊക്കെ പിടിച്ചിടിച്ച് ആ സാബ് ഇവിടക്കെട്ടൊക്കെ അടിച്ചെന്റെ. എന്തിനാ അടിച്ചത്? പരേഡ് പിള്ളേരെ സഹായിക്കാനൊക്കെ വന്നപ്പോഴേക്കും അടിച്ചു വരാത്തതിനൊക്കെ ഒരു പണിഷ്മെന്റ് ആയിരുന്നു നമുക്ക്. വെറുതെ ബെഞ്ചൊക്കെ എടുത്ത് ഒച്ചാലിയൊക്കെ തിരിച്ച് അടിച്ചു ഞങ്ങളാ സാബ് കൈ പിടിച്ചേ. സെക്കൻഡ് ഫ്ലോറിൽ പിള്ളേരെ കൈയൊക്കെ പിടിച്ചിട്ട്. ഓക്കെ അഞ്ജലി, എന്തായാലും കുട്ടികൾ പറയുന്നത് അവർക്ക് അവിടെ നേരിടേണ്ടി വന്ന ദുരനുഭവത്തെ കുറിച്ചാണ്. എന്തായാലും ഭക്ഷ്യവിഷബാധ എന്ന കാര്യം പുറത്തു വന്നപ്പോഴാണ് കുട്ടികൾ ഇപ്പോൾ ഇങ്ങനെയൊരു അനുഭവം കൂടി അവർക്ക് അവിടെ നേരിടേണ്ടി വന്ന കാര്യങ്ങൾ കൂടി പറയുന്നത്. കൊച്ചിയിൽ കാക്കനാട് NCC ക്യാമ്പിലാണ് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 70ഓളം കുട്ടികളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്ഥലത്ത് ഈ ക്യാമ്പിൽ രക്ഷിതാക്കളെത്തി സംഘർഷാവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും തൃക്കാക്കര KMM കോളേജിലെ ക്യാമ്പിൽ പങ്കെടുത്ത 70ഓളം വിദ്യാർത്ഥികളെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്.